ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പോൾ ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ ഞാനിന്ന് ഞങ്ങളുടെ അടുത്താണ് ഗുരുവായൂർ അടുത്താണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അടുത്ത് മീൻസ് കുറച്ചുണ്ട്, ഒരു 10-15 അതിൻ്റെ ഉള്ളിൽ അത്ര തന്നെ, ആ ഒരു ഗ്യാപ്പിലാണ്, അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ അവിടെ അടുത്താണ് ഞങ്ങളുടെ വീട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കുറേ ആനകളെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്താ പറയുക, എമിക്കുട്ടി കുറേ ആയി പറയണ് ഇങ്ങനെ ആനേനെ കാണണം, നേരിട്ട് കാണണം. നമ്മൾ പൂരത്തിന് മേലൊക്കെ കാണുമെങ്കിലും അങ്ങോട്ട് അത്ര കുറച്ച് നേരമൊക്കെയല്ലേ കാണാൻ പറ്റുള്ളൂ, കുറേ നേരം നിന്ന് കാണണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിന് വേണ്ടി എമിക്കുട്ടീനെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ആനക്കോട്ടയിൽ വന്നിരിക്കുകയാണ്. നമ്മൾ എന്താ പറയുക, ഗുരുവായൂർ അടുത്ത് തന്നെയാണ് ആനക്കോട്ട. ഒരുപാട് ആനകളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ കുറച്ചൊന്നുമല്ല, ഒരുപാടുണ്ട്. ഒരുപാട് ചെറിയ ആനകളും ഒരുപാട് പ്രായം ചെന്ന ആനകളും, അങ്ങനെ പല പല ടൈപ്പ്, നല്ല മെലിഞ്ഞതൊക്കെ ഉണ്ട്. കാരണം അത്രയും പ്രായം അങ്ങനെ പലവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ആനേനെ കുളിപ്പിക്കുന്നത് കണ്ടു, ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നത് കണ്ടു, അങ്ങനെ പല കാഴ്ചകളും കാണാൻ പറ്റി കേട്ടോ. രസം തന്നെയാണ് കണ്ടു നിൽക്കാൻ. നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ നീ പറഞ്ഞ പോലെ പൂരത്തിനും വേലയ്ക്കുമൊക്കെ കാണുമെങ്കിലും അത് കുറച്ച് നേരം നമ്മളെ മുന്നിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ കുറച്ച് നേരമൊക്കെ കാണാൻ പറ്റും. ഇത് കുറേ നേരം നിന്ന് അവർ ഇങ്ങനെ അവരുടെ ഓരോ നീക്കങ്ങളും നമുക്ക് കാണാൻ പറ്റി. എമിക്കുട്ടി ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. എമി മാത്രമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ കാണാൻ. നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, ഒരു ആനപ്രേമികളാണോ നിങ്ങളൊക്കെ? എനിക്കിഷ്ടമാണ് ആനനെ കാണാനൊക്കെ കേട്ടോ. ആനനെ ഞാനിതുവരെ തൊട്ട് നോക്കിയിട്ടൊന്നുമില്ല. എന്താ പറയുക, അതിനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. ഇവിടെ അങ്ങനെ തൊട്ട് നോക്കാനുള്ള ഒരു എന്താ പറയുക അവസരം ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊന്നും സമ്മതിക്കില്ല. അതിൻ്റെ അടുത്ത് ഒരു ഗ്യാപ്പ്, ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് അവരെ കാണാൻ സമ്മതിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കവിടെ പോയിട്ട് കാണാൻ എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. അവിടെയൊക്കെ ഇങ്ങനെ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, അതിനുള്ളിൽ കിടക്കാനോ ഒന്നും പെർമിഷൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും കണ്ടിങ്ങനെ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ കുറേ കുറുമ്പുള്ള കുറേ ആനകളൊക്കെ ഉണ്ട് കേട്ടോ. അവരെന്തൊക്കെയോ ചെയ്ത് കൂട്ടുണ്ട്. കുറേ മണ്ണിങ്ങനെ വാരി അവരെ മേൽക്കന്നെ ഇടുക, ആ മണ്ണിൽ കിടന്ന് ഉരുള, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ തൊട്ട് നോക്കണമെന്നൊരാഗ്രഹമുണ്ട്. അതിനുള്ള ധൈര്യം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷേ ആഗ്രഹമല്ലേ, ആഗ്രഹിക്കാമല്ലോ. അങ്ങനൊരു ആഗ്രഹമുണ്ട്. എന്താ പറയുക, ആനനെ തൊട്ട് നോക്കണം, കുറച്ച് അത്ര അടുത്ത് നിന്നിട്ട്, തൊടാൻ പാകത്തിന് അടുത്ത് നിന്നിട്ട് നിൽക്കണം എന്നൊരാഗ്രഹമുണ്ട്, പക്ഷെ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറയുക, അവിടെ ആനനെ ഞങ്ങളൊരു വൈകിട്ട് സമയത്താണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ ഇത്ര സമയമൊന്നുണ്ട്, 5 മണിയാണെന്ന് തോന്നുന്നു. 5 മണിൻ്റെ ഉള്ളിൽ അവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിനുള്ളിൽ കാണാം. ഞങ്ങളൊരു 3 മണി ഒക്കെ ആകുമ്പോഴേ ഞങ്ങൾ അവിടെ പോയത്. കുറേ നടക്കാനുണ്ട് കേട്ടോ, കുറേ നടക്കാനുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് നമ്മളുടെ എന്താണ് സിനിമയുടെ പേര്, മമ്മൂട്ടിയുടെ വടക്കൻ വീരഗാഥയില്ലേ, അതിൻ്റെയൊക്കെ ഷൂട്ട് നടന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ. ആ ഒരു ഏരിയ ആണെന്ന് ഷാനിക്ക പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ആ ഒരു ഭാഗങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ നടക്കുന്ന കുഞ്ഞു ഇതുപോലെ ഹാപ്പിനെസ്സൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കാണുക. ഞാൻ ഡെയിലി നോക്കും കേട്ടോ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോ എന്നൊക്കെ. പക്ഷെ ആരും ചെയ്യണമെന്നില്ല, കുഴപ്പമില്ല. എന്നെങ്കിലും എൻ്റെ ഹാപ്പിനെസ്, എൻ്റെ ലൈഫിലെ കുറച്ച് മൊമെൻറ്റുകളൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നതുണ്ട്. വീണ്ടും നമുക്കെടുത്ത് കാണാമല്ലോ എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഞാൻ അതൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളൊക്കെ കണ്ട ഒരു സന്തോഷം, കാരണം നമ്മളെടുത്ത വീഡിയോ, നമ്മളുടെ ലൈഫിൽ നടന്ന കുഞ്ഞു സന്തോഷങ്ങൾ, അത് ഞാൻ പരിചയം പോലും ഇല്ലാത്ത കുറേ ആൾക്കാർ, എവിടേക്കോ ഉള്ള ആൾക്കാർ എടുത്ത് കാണുക, അതിനൊരു കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുമ്പോൾ സന്തോഷമല്ലേ? എനിക്കത് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആരെങ്കിലും ഒരാൾ കമൻറ്റ് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്താ പറയുക, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾ കാണുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഓരോ വീഡിയോസിലും ഒക്കെ പോരായ്മകളും, വീഡിയോ എടുക്കുന്നതിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ ചെറുതായിട്ട് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഒരു വീഡിയോ കാണുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ലാരിറ്റി വേണമല്ലോ, അതില്ലാന്ന് എനിക്കറിയാം. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ കണ്ടോ, ആന ഫുഡ് കഴിക്കണതാണ് കേട്ടോ കാണുന്നത് അവിടെ.
അവിടെയുള്ള ഒരാൾ അതിനെന്താണ് കൊടുക്കുന്നതെന്ന്, അരിയാണെന്നാണ് എനിക്ക് തോന്നിയത്, അരി വേവിച്ചത് എനിക്കങ്ങനെ തോന്നിയത്, ചോറ് ആണെന്നാണ് ഞാൻ എൻ്റെ കാഴ്ചയിൽ എനിക്കങ്ങനെയാണ് മനസ്സിലായത്. അതിങ്ങനെ അതും നെയ്യുണ്ടെന്ന് തോന്നുന്നു അതിലെന്തോ, എനിക്കറിയില്ല കേട്ടോ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എനിക്കങ്ങനെ തോന്നിയത്. അതിങ്ങനെ ഉരുളാക്കിയിട്ട് അതിൻ്റെ അടുത്ത് വെച്ച് കൊടുത്തപ്പോൾ അതിങ്ങനെ എടുത്ത് കഴിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു അതിപ്പോൾ നിലത്ത് വീഴുമെന്ന്, പക്ഷേ എന്ത് രസമായിട്ട് അവരെടുത്ത് കഴിക്കണേന്ന് നോക്കിയേ. ഞാനത് കുറേ നേരം നോക്കിയതിന് ശേഷം വീഡിയോ എടുത്തേട്ടാ. വീണ്ടും ഞാൻ അവിടെ ഒരു വലിയൊരു ബക്കറ്റ് നിറയെ ഒരു ആനയ്ക്കുള്ള ഫുഡ് ഇങ്ങനെ ആക്കിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആൾ വന്നിട്ട് ഇങ്ങനെ ഉരുളാക്കി അവിടെ വെച്ച് കൊടുക്കും. കണ്ടോ, ഞാൻ വിചാരിച്ചു ഇപ്പോൾ വീഴുമെന്ന്, വീണില്ല. അതങ്ങനെ എടുത്ത് വായിലോട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ചിലവർ നിന്ന് കുറേ കളിച്ച് അവർ ക്ഷീണമായിട്ട് കിടക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവർ കിടക്കുമ്പോൾ അതിനിടയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മേ ബി അവർക്ക് തണവിനായിരിക്കാം അല്ലേ, എനിക്കങ്ങനെ തോന്നിയത്. അവിടെ അങ്ങനെ താഴെ അങ്ങനെ ഞാൻ അവരോട് ചോദിക്കാനും പോയിട്ടില്ല കേട്ടോ. അങ്ങനെ താഴെ നനച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഞാൻ പറഞ്ഞില്ലേ വടക്കൻ വീരഗാഥ സിനിമ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു ഏരിയയിലാണ് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞത്. ശരി തന്നെയാണെന്ന് എനിക്കും തോന്നി. അങ്ങനെ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം കണ്ടു. ഞാൻ 2-3 റൗണ്ട് നടന്നു കേട്ടോ, വീണ്ടും കണ്ടു. അങ്ങനെ ഞങ്ങൾ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയാൽ പിന്നെ എന്തെങ്കിലും കുടിക്കുക അത് മസ്റ്റാണല്ലോ. അങ്ങനെ ഞങ്ങളെ കൂടെ ഉമ്മയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ട് ഒരു കഫേയിലോട്ട് കയറി. അവിടെ ആ കഫേയിൽ കയറിയപ്പോൾ എനിക്ക് തോന്നിയ പ്രത്യേകത എന്താ അറിയോ, അവിടെ ഫ്രഷ് പാല് അവരുടെ തന്നെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് അവിടുത്തെ എല്ലാതും ഉണ്ടാക്കുന്നത്. അവിടെ മൊത്തം ഒരു നെയ്മണമായിരുന്നു. ഒരു പ്രത്യേകത എനിക്ക് തോന്നി. എമിക്കുട്ടി ഐസ്ക്രീം കഴിക്കുകയാണ്. എമിക്കുട്ടിയുടെ ഫേവറേറ്റ് ഐസ്ക്രീമാണ് സ്ട്രോബെറി. എന്ത് കഴിക്കുകയാണെങ്കിലും അതിൽ സ്ട്രോബെറി മസ്റ്റാണ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇതേപോലെ ഓർഡർ ചെയ്തു, അതൊക്കെ കഴിച്ചു. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ഞാനിടും. ഡെയിലി ഇടണമെന്നാണ് ആഗ്രഹം, പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഡെയിലി ഇല്ലെങ്കിലും ഒന്നരാടം വെച്ചിട്ടെങ്കിലും ഞാൻ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.